പ്രതിപക്ഷത്ത് നിന്നും സുധാകരനോ അല്ലെങ്കിൽ സാക്ഷാൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ കോൺഗ്രസ് മുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയനെ പുഷ്പം പോലെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ അത്തരത്തിലുള്ള യാതൊരു ഭയവും ഞങ്ങൾക്കില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും മത്സരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു ധർമ്മടം എന്ന് പറയുന്നത്. അവിടെ പിണറായി വിജയൻ കൈവിട്ട് കളയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന പരാജയ ഭീതി കൊണ്ട് ഞാൻ നിന്നാൽ തോറ്റുപോകും എന്നൊരവസ്ഥ കൊണ്ടാണോ ഈ പറയുന്ന രീതിയിൽ മത്സരിക്കാത്തത്? അല്ല, പിണറായി വിജയൻ തോറ്റുപോകും എന്നുള്ളതൊന്നും കൊണ്ടല്ല. പാർട്ടിയുടെ ഒരു ധാരണ, ഇപ്പം ശൈലജ ടീച്ചറിന് സീറ്റില്ലെന്ന് പറയുന്നു, പി ജയരാജന് സീറ്റില്ലെന്ന് പറയുന്നു, എം വി ജയരാജന് സീറ്റില്ലെന്ന് പറയുന്നു, ഇങ്ങനെയുള്ള ചർച്ചകൾ പോയിട്ടുണ്ട്. പിണറായിയുടെ കാര്യം പറയുമ്പോൾ ധർമ്മടത്ത് തോറ്റുപോകും എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. അവരുടെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണ് പോകുന്നത്. പിണറായിക്കൊന്ന് പ്രായമായി, അപ്പോൾ പ്രായമായ പിണറായി തന്നെയാണ് അവരുടെ നേതാവ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ മത്സരിച്ച് കഴിയുമ്പോൾ അദ്ദേഹം മത്സരിക്കാതെ എല്ലായിടത്തും നടന്ന് പ്രചരണം നടത്താവില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നിപ്പോൾ മോഹൻലാലുമായുള്ള അഭിമുഖം വന്ന അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി, അദ്ദേഹം ഒരു മനുഷ്യനാണ്, നിങ്ങൾ പറയുന്ന പോലെ ഒരു ഗുണ്ടയല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മുഖമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുകയും മുഖ്യമന്ത്രിയായി മത്സരിക്കാതെ തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി അവരോധിക്കും എന്നൊരു തീരുമാനവും വരുന്നില്ല. അദ്ദേഹം മത്സരിക്കില്ല ധർമ്മടത്ത്.